ഞാൻ ദേ നമ്മുടെ തണ്ണീർമുക്കം വഴി കുമരക റൂട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അങ്ങനെ ദേ നമ്മുടെ കുമരകത്തിൻ്റെ എൻട്രിയിലായിട്ട് ഇതിങ്ങനെ ഒരു പാലവും കടന്ന് കയറി വരുന്നത് നമ്മുടെ കുമരകം കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഒരുപാടാണ്, ചില്ലറ കാര്യമൊന്നും അല്ല, എല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ കൂടെ ദേ ഇങ്ങോട്ട് വാ. നാടൻ എന്ന് പറഞ്ഞാൽ തനി നാടനായിട്ടുള്ള നമ്മുടെ കിടിലൻ ഫിഷ് ഐറ്റംസിനാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ ഈ കുമരകം കിച്ചണിൽ വരുമ്പോൾ നമുക്ക് മെനുവിൽ പല പല വിഭവങ്ങളുണ്ടാവും. കിടിലനായിട്ടുള്ള കഴിക്കാൻ കൊതി തോന്നുന്ന തരത്തിലുള്ള മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കേരള നാടനായിട്ടുള്ള കേരള ഫുഡ് ഇവിടുന്ന് കിട്ടും. അപ്പോൾ നിങ്ങളോട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ദേ ഈ പറയുന്ന താലി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അല്ലേ, എന്താണ് താലി മീൽ എന്നാണ് പൊതുവെ മിക്ക സ്ഥലങ്ങളിൽ ഇതിന് പറയാറുള്ളത്. അപ്പോൾ ഒരു പ്ലേറ്റിനകത്ത് നിറയെ കറികൾ ഓരോന്നായിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലായിട്ട് അടുക്കി ഇങ്ങനെ അത്തപ്പൂക്കളം പോലെ ഭംഗിയായിട്ട് ഒരുക്കി വെക്കുന്നതാണ് താലിമീൽ. പക്ഷേ താലിമീലൊന്നും അല്ല കേട്ടോ, ഞാൻ നല്ല അസൽ നോൺ വെജ് ഐറ്റംസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതും ഫിഷ് ഐറ്റംസ് ആണ് കേട്ടോ. ചിക്കനും ബീഫും ഒന്നുമല്ല, ഫുള്ള് ഫിഷ് ഐറ്റംസ് ആണ് ഞാനിന്നിവിടെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ദേ ഈ ചേട്ടനെ കണ്ടോ, ഇദ്ദേഹമാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഷെഫ്. ദേ ഒരു കൊഞ്ചിനെ കണ്ടു, ഇത് നാടൻ കൊഞ്ചാണ്, അതായത് നമ്മുടെ കായൽ വളർന്ന് വലുതായ കൊഞ്ചാണേ. അപ്പോൾ ഈ സാധനത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് തൂക്കിയിട്ടേക്കുന്നത്. നല്ല പേടിയുണ്ട് കേട്ടോ, ജീവനൊന്നുമില്ല, എന്നാലും എനിക്ക് ഈ വക സാധനങ്ങളെ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അന്ന് നിങ്ങൾ കാടക്കോഴി ഞാൻ പിടിച്ചത് കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഇവിടെ വന്ന് നമ്മുടെ ചേച്ചിമാരൊക്കെ ആയിട്ട് നല്ല കൂട്ടായി. അപ്പോൾ ഇത് എല്ലാ ഐറ്റംസും ഇങ്ങനെ റെഡിയാകാൻ വേണ്ടി പൊരിച്ച് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് മുളകിൽ പെരണ്ട് കുളിച്ച് കിടക്കുകയാണ് കേട്ടോ. നല്ല മസാലയൊക്കെ പുരട്ടി കറിവേപ്പിലേക്ക് ഇട്ട് ഇവരിങ്ങനെ ഒരുക്കി കിടത്തിയിരിക്കുകയാണ്. ഉടനെ തന്നെ ദേ ഈ പറയുന്ന സാധനം ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇവന്മാരെ ഇങ്ങനെ വറുത്ത് പൊരിച്ച് മോരിച്ചങ്ങോട്ട് എടുക്കും. ആ തടകലും തലോടലും കണ്ടോ, ഒരു കരിമീൻ്റെ പുറത്തിട്ടാണ് തടവിയത്. പക്ഷേ അത് കണ്ടാൽ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ തടകുന്ന പോലെ തോന്നും. പക്ഷേ പാവം അതിന് നല്ല തിളച്ച എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ ഇവിടെ നല്ല അടിപൊളി മണമൊക്കെ അടിക്കുന്നുണ്ട്, നല്ല പൊരിച്ച മീൻ്റെ മണം. ആഹാ എന്താണല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കൊഞ്ചിനെ ദേ നമ്മുടെ മെയിൻ ഷെഫ് വന്ന് കറക്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഈ തൊണ്ടോട് കൂടെ തന്നെയാണ് പൊരിച്ചെടുക്കാൻ തോന്നുന്നു. കാരണം തൊണ്ടൊന്നും കളയാതെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ മസാലയും മറ്റുള്ള ഗ്രേവിയൊക്കെ ഇങ്ങനെ, ഗ്രേവിയല്ല മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ദേ ഇതുപോലെ കൊണ്ടുവന്ന് അങ്ങ് കമത്തി വെച്ചിട്ടുണ്ട്. ഇതിനി ഫ്രൈ ആയി ഫ്രഷ് നമ്മുടെ ടേബിളിലോട്ട് വരും. അപ്പോൾ ഇങ്ങനെ തിളച്ച് എണ്ണയിൽ കിടന്ന് ഇവ മൊരിഞ്ഞ് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ ആദ്യം ഇട്ട ആ വരാൽ കൂട്ടനില്ലേ, ആ വരാൽ ഇങ്ങനെ ദേ വാലൊക്കെ വളഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെന്ത് വരുന്നതനുസരിച്ച് നേരെ ഇരിക്കുന്ന ചെമ്മീന്മാരൊക്കെ ഇങ്ങനെ ചുരുണ്ടുമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് മറിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുത്തെങ്കിൽ എനിക്ക് പേടി തോന്നി കേട്ടോ. കാരണം നമ്മൾക്ക് ഇവർ ചെയ്യുന്ന ആ പെർഫെക്ഷനോടെ മറിച്ചൊന്നും ഇടാൻ പറ്റില്ല. എല്ലാം വല്ല പൊടിഞ്ഞും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറി. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ താലി മീൽസൊക്കെ ഇങ്ങനെ അടുക്കി റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പെൺകുട്ടി. അപ്പോൾ ആൾ വയനാട്ടുകാരിയാണ് കേട്ടോ. ഇദ്ദേഹം വയനാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ കോട്ടയത്ത് ജോലി ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പുള്ളിക്കാരത്തിയുടെ വീട് വയനാടാണെന്ന് കേട്ടപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ അന്വേഷിച്ചപ്പോൾ പുള്ളിക്കാരത്തിയുടെ വീട് അതിൻ്റെ തൊട്ടടുത്തൊന്നുമല്ല, കുറച്ച് ദൂരെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കിടിലനായിട്ട് കുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് റെഡിയാവുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ കഴിക്കാനിരിക്കുന്ന വിഭവങ്ങൾ കേട്ടോ. ഫോറിനേഴ്സ് വരെ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട്. ഡ്രസ്സ് എടുക്കാൻ പറ്റിയ നല്ല ഷോപ്പ് ഇവിടെ അടുത്ത് ഏതാണെന്ന് അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് എന്തായാലും കുമരകം റൂട്ടിൽ പോകുമ്പോൾ എവിടെയാണ് നല്ല ഡ്രസ്സ് കിട്ടുന്നതെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു കേട്ടോ. പോകുന്ന വഴി ഒരുപാട് ടെക്സ്റ്റൈൽസ് ഉണ്ട്, അവിടെ എവിടെയാണെങ്കിലും മാഡത്തിന് ഇഷ്ടപ്പെടുന്ന ഇതുപോലത്തെ ഡ്രസ്സൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാനേജ് ചെയ്തു. ഈ ആൾക്ക് ക്യാമറയിൽ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു സംഘട്ടനത്തിനൊടുവിൽ ആളത് സ്മൂത്തായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നീടുള്ള സീനുകളിൽ ആൾ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ഇതിനേക്കാൾ സുഖം ഓപ്പൺ എയർ ഏരിയയിൽ പോയിരിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഓപ്പൺ എയറിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വന്നിരിക്കുകയാണ്. നല്ല ഓപ്പൺ എയറിൽ നല്ല തടിയുടെ റൗണ്ട് ടേബിളൊക്കെ ഇട്ട്, വലിയ ടേബിളാണ്, ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് കഴിക്കാനുണ്ട്. അതുകൊണ്ട് വലിയ ടേബിളിൽ വന്നിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഐറ്റംസ് ഓരോന്നായിട്ട് കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ടേബിൾ നിറയണം, അതാണ് നമ്മുടെ കണക്ക്. നമ്മൾ വന്നപ്പോൾ 1-2 വണ്ടികൾ മാത്രമേ ഇതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നോക്കിക്കുക, ഇഷ്ടംപോലെ വാഹനങ്ങൾ വന്ന് നിരന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ചിക്കനോ ബീഫോ ഒന്നുമല്ല ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കുമരകം കിച്ചണിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏത് ഫിഷ് ഐറ്റം ആണെന്നുള്ളത്
പരീക്ഷിച്ച് കണ്ടുപിടിക്കാൻ പോകാൻ കേട്ടോ. അതും എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറഞ്ഞു തരും. ഇവിടെ ചെന്നാൽ ആദ്യം ഏത് ഐറ്റമാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതെന്ന്. കണ്ടോ, ടേബിൾ നിറഞ്ഞ് നല്ല അത്തപ്പൂക്കളം പോലെ നല്ല ഡിസൈനായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പിള്ളേർ. ഇനിയിപ്പോൾ അടുത്ത കൺഫ്യൂഷൻ ഏതാണെന്ന് വെച്ചാൽ ഇതിൽ ആദ്യം എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ. വറുത്തതും പൊരിച്ചതും പൊള്ളിച്ചതുമായിട്ടുള്ള മീൻ വിഭവങ്ങളുടെ ഒരു ഉത്സവമേളം തന്നെയാണ് ഈ ടേബിളിൻ്റെ പുറത്താകമാനം. കരിമീൻ മുതൽ ചാള വരെ വറുത്ത് പൊരിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ കുഞ്ഞു കൊഴുവയും അതും ഇതും മറ്റതും മറിച്ചതുമായിട്ടുള്ള ഏതൊക്കെ മീൻ വിഭവങ്ങളുണ്ടോ അതൊക്കെ കാളാഞ്ചിയും കൊഞ്ചും വരെ വറുത്ത് പൊരിച്ച് പൊള്ളിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഐറ്റം ആദ്യം ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഏത് ടെസ്റ്റ് ചെയ്യാനാണെന്ന് ഇങ്ങനെ ആലോചിച്ച് അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന വിഭവം വേറൊന്നുമല്ല, ഇത്രയധികം വിഭവങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുമ്പം നമ്മുടെ മുന്നിലേക്ക് എന്തെന്നൊക്കെ പറഞ്ഞാലും വന്നു വിടുന്ന ഒരു ഐറ്റം ഉണ്ട്. നല്ല കൊടംപുളി ഇട്ട് വെച്ച തലക്കറി കേട്ടോ. ആ തലക്കറിയും വേവിച്ച് വെച്ച കപ്പയും കൂടെ കൂട്ടി ഒന്ന് കഴിക്കണം. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ നിങ്ങളെ ഞാൻ പറ്റിച്ചു. ഇതല്ല നമ്മൾ ആദ്യം കഴിക്കാൻ പോകുന്നത്, വേറൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ആ തൊണ്ടോടുകൂടെ വറുക്കാനിട്ടിരുന്ന നമ്മുടെ കൊഞ്ചിനെ കണ്ടില്ലായിരുന്നോ? അവൻ്റെ ടേബിളിൽ വന്നപ്പോഴത്തേയുള്ള ആ ഭംഗി നോക്കിക്കേ. നല്ല മോരിഞ്ഞ് ഫ്രൈ ആയി റെഡിയായി വന്നിരിക്കുകയാണ്. ആ കാല പിടിച്ച് പൊക്കിയാൽ ചിലപ്പോൾ എല്ലാം കൂടെ തവിട് പൊടിയായിട്ട് താഴെ കിടക്കും. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വാലെ പിടിച്ച് ഇങ്ങനെ പൊക്കിയെടുത്തു. കണ്ടോ, ഒരു പീസ് അപ്പം തന്നെ അടന്ന് താഴെ വീണു. അത്ര കിടിലനായിട്ട് മുരിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവനെ കഴിച്ചാലുള്ള ടേസ്റ്റ് എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല മസാലയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് മുരിഞ്ഞ് വന്നിരിക്കുകയാണ്. വായിൽ വെള്ളം ഊറിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ നമ്മുടെ കൊഞ്ച് വറുത്തതിനെയാണ് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല മാംസമുള്ള വലിയ കൊഞ്ചാണ്. അതിനെ പൊരിച്ച് വന്നപ്പോഴത്തേക്കും ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ല വേവുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ സാധാരണ എവിടുന്ന് വാങ്ങിച്ചാലും കടിക്കുമ്പോൾ ഒരു പച്ച പോലെ ഒരു റബ്ബർ ഫീൽ തോന്നുമെങ്കിലും ഇത് നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് നല്ല ഫ്രൈഡായിട്ട് നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് ഒരെണ്ണം മുഴുവനും കഴിച്ചു. നല്ല രുചിയായിരുന്നു. കണ്ടിട്ട് കൊതിയാവുന്നുണ്ടാവും അല്ലേ? എന്തായാലും വായി നോക്കിയിരുന്ന് വെള്ളം ഊറാന്നല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. പക്ഷെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരും. എല്ലാം കണ്ടു വായിൽ വെള്ളം ഊറിയിരുന്നോ കേട്ടോ. അതും ഒരു സുഖം തന്നെയാണല്ലോ. ഈ ചെമ്മീനും കൊഞ്ചൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒന്നിനെയും വെറുതെ വിട്ടില്ല, എല്ലാം അങ്ങെടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. വരാലും കരിമീനും ആവോലിയും ചെമ്പല്ലിയും എല്ലാ ഐറ്റംസും വറുത്ത് പൊരിച്ച് മുന്നിലിരിക്കുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അടുത്തതായി സെലക്ട് ചെയ്ത ഐറ്റമാണ് ദേ വരുന്നത്. കൊടംപുളി ഇട്ട് നല്ല കിടിലനായിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പൊള്ളിച്ച് കൊണ്ട് വെച്ചേക്കുന്ന നല്ല മാംസമുള്ള വലിയ വരാൽ. അതിനെ എടുത്തങ്ങൊന്ന് മണത്ത് നോക്കി എൻ്റെ മക്കളെ, ആ മണം തന്നെ മതി നമുക്ക് ഒരു വലിയ പറ നിറയെ ചോറുണ്ണാനായിട്ട്. അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, വരാൽ പൊള്ളിച്ചതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. എന്തായാലും നമ്മളിതേ നല്ല ഒന്നാന്തരം ചൂട് സോഫ്റ്റ് പാലപ്പത്തിൻ്റെ കൂടെ നല്ല ചാറുമൊക്കെ ഒഴിച്ച് അതിൻ്റെ നല്ലൊരു പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ച് ഒഴിച്ച് കുഴച്ച് കഴിക്കാൻ പോവാണ്. കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് കേട്ടോ. കുറച്ച് കൂടുതൽ ചാറെടുക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു സുഖം. കൂടുതൽ ചാറൊഴിച്ച് ആ ചാറിൽ കുതിർത്തങ്ങ് എടുത്ത് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ദേ ഇങ്ങനെ ഒരു നല്ല പീസ് നല്ല മാംസമുള്ള ഭാഗത്തു നിന്ന് പൊളിച്ചെടുത്ത് അതേ പറ്റിയിരുന്ന ആ വേപ്പിലിനൊക്കെ എടുത്ത് അങ്ങ് കളഞ്ഞേക്കട്ടോ. എനിക്ക് വേപ്പില പൊതുവെ ഇഷ്ടമല്ല. എന്നിട്ട് ഇതേ ഇങ്ങനെ ചാറും അതിൻ്റെ ഗ്രേവിയിലുള്ള കഷ്ണങ്ങളും ഒക്കെ എടുത്ത് ഇങ്ങനെ ഒരുമിച്ച് വായിലോട്ടങ്ങ് വെച്ച് ചവച്ചങ്ങ് കഴിക്കണം. അതും ആസ്വദിച്ച് കണ്ണടച്ചൊന്ന് ആ ടേസ്റ്റ് ഫീൽ ചെയ്ത് നോക്കണം. ഒരു രക്ഷയില്ല. നല്ല കിടിലൻ വരാൽ പൊള്ളിച്ചതും പാലപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വായിലിപ്പം കപ്പ ഒടിക്കാൻ മാത്രം വെള്ളം നിറഞ്ഞിട്ടില്ലേ? സത്യം പറയണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ നാടൻ വിഭവങ്ങളെന്ന് കേട്ടാൽ തന്നെ എല്ലാവരുടെയും വായിൽ വെള്ളം ഊറുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് കൊടംപുളി ഇട്ട് വെറ്റിച്ച മീനും അതുപോലെ തന്നെ കപ്പയും അതുപോലെ കുറേ മീൻ വറുത്തതും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾ അവിടെ തലയും കുത്തി തന്നെ വീഴും അല്ലേ? അപ്പോൾ എൻ്റെ കാര്യം ഒട്ടും പറയണ്ടല്ലോ. ഭക്ഷണപ്രിയർ ആരുണ്ടെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും കൊതി വന്നില്ലെങ്കിൽ അത് ചുമ്മാ തള്ളു തന്നെ. അപ്പോൾ നല്ല കുരുമുളകിട്ട് വരട്ടിയ നല്ല കക്കായിറച്ചി ഫ്രൈയും പിന്നെ അതേ കൂന്തൽ റോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര കൂന്തൽ റോസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കുമരകം കിച്ചൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേക സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷെഫാണ്. അദ്ദേഹത്തിൻ്റെ കൈപ്പുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല കേട്ടോ. ഈ കൂന്തൽ റോസ്റ്റൊക്കെ ഇതുപോലത്തെ വെറൈറ്റി ടേസ്റ്റിൽ വേറെ എവിടെ നിന്നും കിട്ടില്ല. സാധാരണ എല്ലായിടത്തും ഉള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള കുക്കിംഗ് ആണ് ആശാൻ്റെ കേട്ടോ. ഞാൻ അടുക്കളയിൽ നിന്നപ്പോൾ തന്നെ ചോദിച്ചപ്പോൾ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട്.
നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കുറേയധികം സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇദ്ദേഹം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുമരകം കിച്ചണിലെ രുചി വേറെ എവിടെയും കിട്ടില്ല. ഇന്ന് വരെ കുമരകം കിച്ചണിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ഫിഷ് ഐറ്റംസ് കഴിച്ചിട്ടുള്ള ആരും ഇത് തെറ്റാണെന്ന് പറയില്ല. 100% ആത്മാർത്ഥതയോടെ ഞാൻ പറയാണ്. ഇവിടുത്തെ കൂന്തൽ റോസ്റ്റും ചെമ്മീൻ റോസ്റ്റും ഒക്കെ ഒന്നൊന്നര ഐറ്റം തന്നെയാണ്. ഒന്ന് കഴിച്ച് തന്നെ ഈ ഫീലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ കളറും ആ ഒരു ഗ്രേവിയുടെ ആ രീതിയും ആ ഒരു തിക്നെസ്സും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. കാരണം ഇതിനകത്ത് ഒരു രീതിയിലും ഈ വീഡിയോയിൽ ഒരു രീതിയിലും കളറൊന്നും എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടില്ല. ഒറിജിനൽ ആയിട്ടുള്ള കളർ തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു വീഡിയോസും അങ്ങനെ കളർ ചെയ്യുന്ന ഒരു ഐറ്റമേ അല്ല കേട്ടോ. ഇനിയാണ് മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വാഴയിലയിൽ പൊള്ളിച്ച നല്ല ഒന്നാന്തരം കരിമീനെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല ഭാഗം ഏതാണ്, മാംസമുള്ള ഭാഗം ഏതാണെന്ന് തപ്പി നോക്കിയാണ് കേട്ടോ. അങ്ങനെ ദേ നല്ല മാംസത്തോടെ ആ ഗ്രേവിയോട് കൂടെ ഒരു പീസ് അങ്ങ് മാംസം വന്നേക്കുന്ന കണ്ടോ. അത് പിടിച്ച് പൊളിച്ചെടുത്തപ്പോൾ തന്നെ വയലോട്ട് വെക്കാൻ ധൃതിയായിട്ട് പാടില്ല. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. നല്ല ഒന്നാം തരത്തിൽ വെന്ത് പാകമായിട്ട് ആ ഉപ്പും പുളിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പിടിച്ച് സെറ്റായ വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത നല്ല ഒന്നാം തരം നാടൻ കരിമീനാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. അടിപൊളി. ഒന്ന് പോയി കഴിച്ച് നോക്ക്. വെറുതെ ഇതൊന്നും മിസ് ചെയ്യല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആസ്വദിച്ച് കഴിച്ചിരിക്കേണ്ട ഐറ്റംസാണ് ഇതെല്ലാം. ഒരു ഭാഗം എന്തായാലും ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം നേരെ മറിച്ചിട്ടിട്ട് പിച്ച് കഴിക്കാൻ പോവുകയാണേ. അതിൻ്റെ പുറത്തോട്ട് ആ ഗ്രേവിയൊക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം പൊളിച്ചൊരെണ്ണം കഴിക്കാനായിട്ട്. എന്നാലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളേ. അപ്പോൾ ഇങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ. മനസ്സിലായോ? ഇതൊക്കെ കണ്ട് പഠിച്ച് വെച്ചോ. അടുത്ത തവണ ചെല്ലുമ്പോൾ ഇതേപോലെയൊക്കെ വേണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്ത് അടിപൊളി ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുക കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ വയറ് ഫുള്ളായിട്ടുണ്ട്. ആ ഒരു കരിമീൻ പൊള്ളിച്ചത് മുഴുവനും ഞാൻ ഒറ്റയ്ക്ക് തിന്നു. ഇനിയിപ്പോൾ കരിമീൻ പൊള്ളിച്ചത് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അടുത്തത് ഏതാണെന്ന് അറിയാമോ? മീൻ മുട്ടയാണ് കേട്ടോ. മീൻ മുട്ട ഇവരുടെ ഭയങ്കര സ്പെഷ്യൽ ഐറ്റമാണ്. മീൻ മുട്ട അടിപൊളിയായിട്ട് വെറൈറ്റി ഡിഷായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആ ഒരു കാഴ്ചയിലുള്ള ഭംഗി. അപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയുമാണ് കൂടുതലും മിക്സ് ചെയ്യാറ്. മുളക് പൊടി മറ്റുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാറില്ലെന്നാണ് നമ്മുടെ ഷെഫ് പറഞ്ഞത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ പതുക്കെ ഇരുന്ന് കഴിക്കട്ടെ കേട്ടോ. നിങ്ങളെ കാണിച്ചുകൊണ്ട് കഴിക്കാൻ മാത്രം കുറേ സമയം എടുക്കും. അതുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ തന്നെത്താനെ ഇരുന്ന് കഴിച്ചോളാം. നിങ്ങളായിട്ട് ഇനി അവിടെ ചെന്ന് കഴിക്കേണ്ട ഡിഷസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്തോ. കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത എല്ലാ ഐറ്റംസും ഒന്നിനൊന്നും മെച്ചമായതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്ത് നിങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞു തരാൻ പറ്റിയില്ല ഗൈസ്. സോറി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ.